അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتل عليهم نبأ الذي آتيناه آياتنا فانسلخ منها فاتبعه الشيطان وكان من الغاوين ولو شئنا لرفعناه بها ولكنه أخلد إلى الأرض واتبع هواه ومثله كمثل الكلب إن تحمل عليه يلهث أو تتركه يلهث ذلك مثل القوم الذين كذبوا بآياتنا فقصص القصص لعلهم يتفكرون. ساء مثلا القوم الذين كذبوا بآياتنا وأنفسهم كانوا يظلمون. من يهد الله فهو المهتدي ومن يضلل فأولئك هم الخاسرون. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഥകളും ഉപമകളും ചരിത്രപാഠങ്ങളും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ജീവിത യാഥാർത്ഥ്യം പഠിപ്പിക്കുകയും ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശൈലി ഖുർആൻ സാധാരണമായി ഉപയോഗിച്ചു വരുന്നതാണ്. മനുഷ്യ മനസ്സിന് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയാണ് അതിൻ്റെ സൃഷ്ടിപ്പ്. ഇന്നലത്തെ സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ കഥകൾ. അത് ഓർത്തെടുക്കാനും അതിലെ മധുരിക്കുന്ന അനുഭവങ്ങൾ അയവിറക്കി മധുരം നുണയാനും മനുഷ്യ മനസ്സിനൊരു പ്രത്യേക താല്പര്യമുണ്ട്. ഇന്നലത്തെ വേദനകൾ ഓർക്കാനും പലപ്പോഴും ആ വേദനയിലൊക്കെ പങ്കുചേരാനും പരാജയമോ അബദ്ധമോ പാപമോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കാനും ഒക്കെ മനസ്സിന് ഒരു പ്രത്യേകമായ താല്പര്യമുണ്ട്. മനുഷ്യ മനസ്സിനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനുഷ്യൻ്റെ മനസ്സിൻ്റെ മർമ്മരം നന്നായി അറിയാം എന്ന് ഖുർആൻ പറയുന്നു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീജ്. ഓരോരുത്തരുടെയും കണ്ടത്തിലെ രക്തധമനിയേക്കാൾ അവനവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തിരിക്കുന്നു. കണ്ടത്തിലെ രക്തധമനി ജോഗ്ലർ വൈൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് നമ്മുടെ കണ്ടത്തിലെ രക്തധമനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അടുത്തിരിക്കുന്നു ഇതിനേക്കാൾ. അപ്പോൾ നമ്മളെവിടെയാണ് എന്നുള്ളത്. മനുഷ്യൻ്റെ അസ്തിത്വം മനസ്സിലാണെങ്കിൽ
മനസ്സിൻ്റെ കേന്ദ്രം ഹൃദയമാണെങ്കിൽ ഹൃദയവും ഇതും തമ്മിലുള്ള ദൂരം മിനിമം ഏതാണ്ട് ഒരു 1/4 ചാണുണ്ടാവും. അതിനേക്കാൾ അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എത്രമാത്രമാണ് അടുത്ത് നിൽക്കുന്നത് എന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഭാഷയിലുള്ള ഒരു പ്രയോഗമാണ്. എല്ലാ സംഗതികളും അല്ലാഹു അറിയുന്നു, അല്ലാഹു അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിന് എന്തൊക്കെയാണ് താല്പര്യം, എന്തൊക്കെയാണ് താല്പര്യമില്ലായ്മ എന്ന് നന്നായി അറിയുന്ന തമ്പുരാൻ വേദഗ്രന്ഥങ്ങൾ നൽകിയപ്പോൾ അതിൻ്റെ താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, നന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന, തിന്മയെ തടയുന്ന രീതിയിലുള്ള ആഖ്യാനമാണ് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. അതിൽ കഥകളുണ്ട്, ഒരുപാട് കഥകളുണ്ട്. പരാജയത്തിൽ ആപതിച്ചു പോയ വേദനയുടെ ഒരുപാട് ജനതയുടെ സുദീർഘമായ കഥകൾ അതിൽ പറയുന്നുണ്ട്. അതുപോലെ സംഭ്രമജനകമായ യുദ്ധത്തിൻ്റെ ഐതിഹാസികമായ ചരിത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം പറഞ്ഞു വെക്കുന്നുണ്ട്. ഗുണപാഠങ്ങളേറെയുള്ള ഒരുപാട് സംഭവങ്ങൾ എണ്ണി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്നും എപ്പോഴും ഓർക്കാവുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെ നീണ്ടു പോകുന്നു. കഥകളും കവിതയേക്കാൾ മനോഹരമായ ആഖ്യാന ശൈലിയുള്ള പ്രയോഗങ്ങളും ഒക്കെ ഖുർആനിലൂടെ നീളം കാണാം. അതോടൊപ്പം തന്നെ ഏറ്റവും മോശമായ, നിന്ദ്യമായ ചില ചിത്രീകരണങ്ങളും ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ചിത്രീകരണങ്ങൾ മനുഷ്യനുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ചിന്തിക്കുന്ന മനുഷ്യ മനസ്സുകളെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ ഞാനിങ്ങനെ ആയിപ്പോകാൻ പാടില്ല എന്ന് ഓരോ മനുഷ്യ മനസ്സും ചിന്തിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രയോഗങ്ങൾ. അത്തരം ഒരു പ്രയോഗത്തെ സംബന്ധിച്ച് സൂറത്തുൽ അഅറാഫിൽ പറഞ്ഞ ചില ആയത്തുകളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ആദ്യം കേൾപ്പിച്ചത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണേ, വത്തുലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്താനു വകാന മിനൽ ഗാവീൻ. അതാണ് അതിൻ്റെ ആദ്യത്തെ സെന്റൻസ്. അവർക്ക് നീ ഒരാളിൻ്റെ ചരിത്രം, കഥ അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞു കൊടുക്കുക. അവന് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയിരുന്നു, പക്ഷെ അവൻ ജീവിതത്തിൽ ആ ദൃഷ്ടാന്തങ്ങളനുസരിച്ച് ജീവിക്കാതെ അതിൽ നിന്ന് ഊരിച്ചാടിപ്പോവുകയുണ്ടായത്. ഫൻസലഹ, ഊരിച്ചാടി, വിവസ്ത്രനാകുന്നതിനാണ് ഇൻസലഹ എന്നൊക്കെ പറയാം. അതായത് ക്രമേണ ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് മറ്റു താല്പര്യങ്ങളുടെ പേരിൽ അകന്നു പോകുന്നതിനാണ് ഊരിച്ചാടി പോകുക എന്ന് പറയുന്നത്. അപ്പോൾ കാന മിനൽ ഗാവീൻ, അങ്ങനെ അവന് വഴി കേടിലായവനായി എന്നാണ്. ഈ ഒരു പ്രത്യേകമായ പരാമർശം ഒരു മനുഷ്യൻ്റെ കഥ പറയുക എന്ന് പറഞ്ഞതിന് വ്യാഖ്യാതാക്കൾ ഒരുപാട് സംഭവങ്ങൾ, ചരിത്രങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ബൽആം ബിൻ ബഊറ എന്നും പറയുന്ന മൂസ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഉന്നതനും പണ്ഡിതനും ജനങ്ങളുടെ ഇടയിൽ വളരെ സ്ഥാനമുള്ളവനും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നവനുമായ ഒരു മഹത് വ്യക്തിയായിരുന്നു എന്ന് പണ്ഡിതന്മാരിൽ അധിക ആളുകളും പറയുന്നു. ബലയാം എന്ന ഏറ്റതർത്ഥത്തിൽ അദ്ദേഹത്തെ ബൈബിളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് കഥകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പല വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ആ കഥകളൊക്കെ നമ്മൾ വിശ്വസിച്ചോളൊന്നുമില്ല, എങ്കിലും ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം നല്ല താല്പര്യമുള്ള ഒരുപാട് കഥകൾ ഹദീസുകളിൽ കുറേ ഉണ്ട്, അതുപോലെ ബൈബിൾ വിവരണങ്ങളിലും കുറേ ഉണ്ട്. അദ്ദേഹം ഒരു കന്നാനിയായിരുന്നുവെന്നും ആ കന്നാനിൻ്റെ പ്രദേശത്തേക്ക് മൂസ നബിയും കൂട്ടരും പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയായിരുന്നു എന്നൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. പലപ്പോഴും മൂസയോട് വളരെ അടുത്ത് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. സത്യവിശ്വാസത്തിൽ മറ്റുള്ള ആരെക്കാളും മുമ്പിൽ നിന്ന ആ കാലത്തെ ഒരു ദിവ്യനും പണ്ഡിതനുമൊക്കെ ആയിരുന്നു അദ്ദേഹം. പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തിന് ഉടനെ ഉത്തരം കിട്ടുമെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. പലപ്പോഴും അതിനുള്ള സൗകര്യം ലഭിച്ചിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തെ മുൻപന്തിയിൽ നിർത്തുമായിരുന്നു എന്ന് ചില വ്യാഖ്യാതാക്കൾ പ്രത്യേകിച്ചും എടുത്തു പറയുന്നുണ്ട്. ഒരു ദിവസം ഇങ്ങനെ നല്ല ഒരു ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ മനുഷ്യരുടെയും ഉള്ളു ആർക്കും അറിയാൻ പറ്റില്ലല്ലോ, സന്ദർഭവും സാഹചര്യവും വരുമ്പോഴാണല്ലോ അറിയുന്നത്. അദ്ദേഹത്തെ മൂസ നബി അലൈഹിസ്സലാം മദയൻ ദേശത്തെ രാജാവിന് സത്യപ്രബോധനം എത്തിക്കാൻ വേണ്ടി ഈ ബലാമിനെ അങ്ങോട്ട് വിടുകയുണ്ടായി. ബലാം അവിടെ ചെന്നപ്പോൾ രാജാവ് അദ്ദേഹത്തെ വീരോചിതമായി സ്വീകരിക്കുകയും കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കുകയും എന്നിട്ട് മൗനമായി അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് ഇവിടെ ഒരുപാട് ഭൂമി
പതിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ആ ലഹരിയിൽ ആ ഭൂമി പതിച്ചു വാങ്ങി അദ്ദേഹം യഥാർത്ഥത്തിൽ മൂസാ നബിയുടെ ദൗത്യം ഉപേക്ഷിക്കുകയും രാജാവിൻ്റെ ദീനിൽ ചേർന്നു എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുകയും ചെയ്യുന്നു. ഇവിടെ സത്യപ്രബോധകനായി ചെല്ലുന്ന ഒരാളെ ഒരു രാജാവ് ഏത് രീതിയിൽ ഭൗതികമായ ചില ഇതുകൾ നൽകിക്കൊണ്ട് സംഭാവനകൾ നൽകിക്കൊണ്ട് പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് വഴികേടിലാക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു ചരിത്രമാണ് അവിടെ കിട്ടുന്നത്. മറ്റൊരിക്കൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നാണല്ലോ. പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് 3 വരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അപ്പോൾ ആ വരം എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിന് വരം കിട്ടിയ കാര്യം എല്ലാവരും അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, അതിലൊരു വരം എനിക്ക് തരണമെന്ന് പറഞ്ഞു. എന്നാൽ ആയിക്കോട്ടെ എന്ന് അദ്ദേഹം പറയുകയും, നിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇസ്രായേൽ സമൂഹത്തിലെ ഏറ്റവും അതിസുന്ദരിയായ പെണ്ണാവണം എന്നതാണ്. അപ്പോൾ എന്നാൽ ശരി, നീ ഇസ്രായേൽ സമൂഹത്തിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണായിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഇസ്രായേൽ സമൂഹത്തിലെ സുന്ദരിയായ ഒരു പെൺകൊടിയായി മാറും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഈ സമൂഹത്തിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണിന് ചേർന്നതല്ല തൻ്റെ ഭർത്താവ് എന്ന് അവൾക്ക് തോന്നുകയും അവൾ ആ നിലയിൽ പെരുമാറുകയും ചെയ്തപ്പോൾ ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. നീ ഒരു പെൺപട്ടിയായി പോകട്ടെ എന്ന് 2ാമത്തെ വരവും ഉപയോഗിച്ച് അവളെ പെൺപട്ടിയാക്കി എന്നാണ് ചരിത്രം പറയുന്നത്. അത് കഴിഞ്ഞ് പെൺപട്ടിയായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് മക്കളുണ്ട്, ആ സ്ത്രീയിൽ മക്കളുണ്ട്. ഈ മക്കളെയൊക്കെ നാട്ടുകാർ പട്ടിയുടെ മക്കൾ എന്ന് വിളിക്കാൻ തുടങ്ങി. അയാളുടെ മക്കൾ വളരെ വ്യസനത്തോടെ പിതാവിനെ സമീപിച്ച് പറഞ്ഞു, നിങ്ങൾ പെൺപട്ടിയാക്കി കഴിഞ്ഞു, ഞങ്ങളെ പട്ടിയുടെ മക്കൾ എന്ന ആളുകൾ വിളിക്കുന്നു, ഇത് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്. അതുകൊണ്ട് നിങ്ങൾ പടച്ചവനോട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മാതാവിനെ പഴയ നിലയിലേക്ക് ആക്കണം. അവസാനം നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം 3ാമത്തെ വരവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ആ പെണ്ണിനെ പൂർവ്വ നിലയിലേക്ക് ആക്കുകയാണ്. ഇവിടെ ഭൗതികമായ വളരെ ഗൗരവമുള്ള ചില സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി അതുപയോഗിച്ച് കളഞ്ഞു കുളിച്ച ഒരു പണ്ഡിതന്റെ, ഒരു ഉന്നതന്റെ ചിത്രമാണ് നൽകുന്നത്. എല്ലാ പ്രവാചകന്മാർക്കും ഓരോ വരം ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന, ഒരിക്കലും തട്ടാത്ത ഉത്തരം കിട്ടുന്ന ഒരു വരം കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് ഈ ദുനിയാവിൽ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. ഓരോരുത്തരും അത് ഉപയോഗിച്ച്, നോഹ് നബി ഉപയോഗിച്ച് അത് ആളുകൾ വല്ലാണ്ട് ഇടങ്ങേറാക്കിയപ്പോൾ പറഞ്ഞ തമ്പുരാനെ, ഞാൻ ഒരുപാട് വിളിച്ചിട്ടും ഈ ആളുകൾ വരുന്നില്ല. വലാ യർജു ഇല്ലാ ഫാജിറൻ കഫാറ, അതായത് അവർ തമ്മാടികളും അധിക്ഷേപകാരികളുമല്ലാതെയായി കൊണ്ട് ജനിക്കില്ല, അതുകൊണ്ട് നീ അവരെ നശിപ്പിച്ചു കളയണേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി നൂഹ് നബി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഏറ്റവും ഉറപ്പുള്ള വരം ഭൂമിയിൽ ഉപയോഗിച്ചു. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു സ്റ്റാറ്റസ് ഉള്ള ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം കിട്ടുന്ന ഒരു അവസരം എല്ലാവരും പ്രയോഗിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നത്, അവസാനം അത് മഹ്ശറയിൽ ആഖിറത്തിൽ അത് ഷഫാഅത്തിന് വേണ്ടി ഞാനത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രവാചകന്മാർക്കും പുണ്യപുരുഷന്മാർക്കും ഒക്കെ വരം നൽകുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനാണ്. പക്ഷേ ചിലരൊക്കെ അതിങ്ങനെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി. ഈ മനുഷ്യൻ വേറൊരിക്കൽ പ്രാർത്ഥിച്ചു. കനാൻ ദേശത്ത് കൂടി മൂസാ നബിയും കൂട്ടരും കടന്നു വരുമ്പോൾ ആ നാട്ടിൽ പ്രമുഖനായ മനുഷ്യനാണ് ഇയാൾ. അപ്പോൾ അയാളോട് പറഞ്ഞു, ആ മൂസയും കുറേ ആളുകളും വരുന്നു, വലിയൊരു സൈന്യമാണ്, അവരെങ്ങാനും നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നശിച്ച് പോകും, അതുകൊണ്ട് നീ മൂസാ നബിക്കെതിരായി പ്രാർത്ഥിക്കണം. യഥാർത്ഥത്തിൽ മൂസാ നബിക്ക് എതിരായി പ്രാർത്ഥിച്ചാൽ തൻ്റെ ആഖിറവും ദുന്യാവും ഒക്കെ നഷ്ടപ്പെടുമെന്ന് വ്യക്തമായി അറിയുന്ന ഈ മനുഷ്യൻ ആദ്യം വിസമ്മതിക്കുകയും പിന്നെ നാട്ടിലെ ആളുകളുടെ ആ ഔന്നത്യം ഉണ്ടല്ലോ, ആ അതിൻ്റെ ഇടയിലുള്ള ആ സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ വേണ്ടി സത്യവിശ്വാസത്തിന് എതിരായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സഹായിച്ച, ദീനുൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് ഒരുപാട് കാലം അധ്വാനിച്ച അബൂ താലിബ് അവസാന നിമിഷത്തിൽ റസൂലിനോട് പറഞ്ഞതും അത് തന്നെയാണ്. ഞാൻ മറ്റുള്ളവർ എന്നെക്കുറിച്ച് മോശമായി വിചാരിക്കുമായിരുന്നില്ലെങ്കിൽ മുഹമ്മദേ, എനിക്കറിയാം, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, ഈ ദുന്യാവിലുള്ള ഏറ്റവും നല്ല ദീന് നിന്റേതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിവിടെ അബ്ദുൽ മുത്തലിബിൻ്റെ ആ
പിൻഗാമിയായി നിൽക്കുമ്പോൾ ഈ ആളുകൾ എന്നെ അപഹസിക്കും, അവൻ പേടിച്ചിട്ട് അവൻ്റെ ദീൻ സ്വീകരിച്ച് മരിച്ചുപോയി എന്ന് പറയുമെന്ന് വിചാരിച്ച് ലോകമാന്യതയ്ക്ക് വേണ്ടി ദീൻ സ്വീകരിക്കാതെ പോയ വലിയ ചരിത്രോദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ലോകമാന്യതയ്ക്ക് വേണ്ടി ഒരു പ്രവാചകനെതിരെ പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉന്നതനായ, അതായത് വിവരവും ശേഷിയും കഴിവുമൊക്കെ ഭൗതിക താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു വ്യക്തി. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉമയ്യത്ത് ബിൻ അബി സൽസ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയുന്നു. അബു ആമിർ ബിൻ സൈഫ് ബിൻ റാബിഹ് ആണ് ഇതിന്റെ പരാമർശം എന്ന് പറയും. ഇതെല്ലാം കഥകളാണ്. ഇതൊക്കെ ആധികാരികമാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുൻകാല പണ്ഡിതന്മാർ ചരിത്രത്തിൽ നിന്ന് അവർക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ച കഥകളാണ്. പക്ഷെ ഇവിടെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ആധുനിക പണ്ഡിതന്മാരും പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല, ഒരു വ്യക്തിയെ പറയുകയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തങ്ങൾ നൽകി, അതായത് സത്യവിശ്വാസം നൽകി, സത്യവിശ്വാസത്തിൽ ജീവിക്കാനുള്ള അവസരം നൽകി. ആ സത്യവിശ്വാസവും വിജ്ഞാനവും ഒക്കെ ഭൗതിക താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളും, അത് മൂസയുടെ കാലത്തായാലും മുഹമ്മദ് നബിയുടെ കാലത്തായാലും ഏത് കാലത്തായാലും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഈ കാര്യം എടുത്ത് വളരെ ഗൗരവപൂർവ്വം പറയുന്നത് എന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ്. അതായത് അങ്ങനെയുള്ള ചരിത്രത്തിൽ നിന്ന് ഒരാളെ ഉദ്ധരിക്കുമ്പോൾ അതെന്നോ കടന്നുപോയ ആ ആൾക്ക് മാത്രം ബാധകമല്ല. എന്നും എല്ലാ കാലത്തും സത്യവിശ്വാസത്തെ പണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന, ഇസ്ലാമിനെ പണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന, റിസർവേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന, മറ്റു പല ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തും ജീവിച്ചിരിക്കുന്നത്. അവർക്കൊക്കെ ബാധകമാണ് എന്നുള്ള അള്ളാഹു നൽകിയ അറിവ്, അള്ളാഹു നൽകിയ വിജ്ഞാനം, അള്ളാഹു നൽകിയ സ്ഥാനം, അള്ളാഹു നൽകിയ നേതൃത്വ പദവി, അള്ളാഹു നൽകിയ മറ്റു ആകാരസൗഷ്ഠവും, അള്ളാഹു നൽകിയ നല്ല സുന്ദരമായി ഓതാനും പ്രസംഗിക്കാനുമൊക്കെ ഉള്ള കഴിവുകൾ, ഇതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഭൗതിക ജീവിതം മതിവരുവോളം ആസ്വദിക്കുവാൻ തയ്യാറാകുന്ന പണ്ഡിതന്മാരും അതുപോലെ പഠിതാക്കളും നേതാക്കളും ഒക്കെ ലോകത്തെ എല്ലായിടത്തുമുണ്ട് എന്ന് നമുക്ക് നന്നായി അറിയുന്നൊരു സംഗതിയാണ്. അത്തരം ആളുകളെ സംബന്ധിച്ചാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ഫൻസലഖ മിൻഹ, നാം അതെല്ലാം നൽകി, അതൊക്കെ അവർക്ക് അറിയാം, അവർക്ക് ബോധമുണ്ട്. പക്ഷെ ആവശ്യം വരുമ്പോൾ അവരതിൽ നിന്ന് ഊരിച്ചാടിയിട്ട് അവര് ശൈത്താന്റെ കൂട്ടത്തിലായി പോകുന്നുണ്ട്. കാരണം വമൻ യഅ്ശ് അൻ ദിക്റിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ, ആരെങ്കിലും അവന്റെ ഹൃദയത്തിൽ കരുണാമയന്റെ ശ്രദ്ധ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ കൂട്ടാളി ഒരു പിശാചായിരിക്കും. പിശാചെപ്പോഴും ഭൗതിക താല്പര്യങ്ങൾ, അനുഭൂതികൾ, ആസ്വാദനങ്ങൾ, താൽക്കാലികമായ ക്ഷേമങ്ങൾ, അതെല്ലാം ഇവനെ ഇങ്ങനെ മോഹപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് സാമ്പത്തികമായാലും അത് സാമൂഹികമായാലും രാഷ്ട്രീയമായാലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പിശാച് അവിടെ മറ്റുള്ളവന്റെ അവകാശങ്ങൾ ഹനിച്ചിട്ടാണെങ്കിലും തനിക്ക് ലഭ്യമാവണം, തനിക്ക് സുഖിക്കണം, താൻ മുന്നിൽ വരണം, താൻ ഏറ്റവും വലിയ ആളാവണം, എന്നെ കണ്ടാൽ എല്ലാവരും സല്യൂട്ട് ചെയ്യണം, അവരെന്നെ ബഹുമാനിക്കണം, എന്നെ ആദരിക്കണം, പഞ്ചപുച്ഛമടക്കി ഞാൻ പറയുന്നത് കേട്ട് എന്നെ ബഹുമാനാദരവുകൾ കൊണ്ടുവേണം, ഞാൻ മരിച്ചാൽ എന്നെ വലിയ വലിയ ഒരുപാട് ഘോഷങ്ങളോടെ കൊണ്ടുവന്ന് കബറടക്കണം, പിന്നെ എൻ്റെ കബറിടത്തിൽ ഒരുപാട് ആളുകൾ വരണം, അവിടെ നേർച്ച ഉണ്ടാവണം, അവിടെ ലോകം മുഴുവൻ അറിയണം, അങ്ങനെ ഖിയാമത്ത് നാൾ മുഴുവൻ ഞാൻ അറിയപ്പെടണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരൊക്കെ ശൈത്താൻ അവരെ റാഞ്ചിക്കൊണ്ടുപോയി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവരിങ്ങനെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ പിശാച് അവരെ റാഞ്ചിക്കൊണ്ടുപോയി അവരിങ്ങനെയൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നതാണ്. നാം എങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം അവർക്ക് നൽകിയ ആ ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിച്ച് അവരെ ഉയർത്തുമായിരുന്നു. അതായത് നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരെ ഉയർത്തി നിർത്തുമായിരുന്നു. അവിടെ ബാക്കിയുള്ളത് പറയുന്നത് പക്ഷേ നാം പറഞ്ഞതല്ല അവൻ ചെയ്തത്. ആ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അവൻ ഭൂമിയിലേക്ക് കനഞ്ചായികേണ്ടത്. ഭൗതിക ജീവിതത്തിന്റെ ആർഭാടാലങ്കാരങ്ങളും അനുഭൂതി ആസ്വാദനങ്ങളും മതിവരുവോളം മോന്തിക്കുടിക്കാൻ എൻ്റെ ദൃഷ്ടാന്തങ്ങളും ഞാൻ നൽകിയ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി അവൻ ഭൂമിയിലേക്ക് കനഞ്ചായികാനുണ്ടായത്. അപ്പോൾ ഞാൻ അവനെ അങ്ങ് വിട്ടുകളഞ്ഞു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മറിച്ച് അവൻ എന്നെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി നന്മയ്ക്ക് വേണ്ടിയാണ് നിലകൊണ്ടിരുന്നതെങ്കിൽ നാം അവനെ വളരെ ഉയർത്തുമായിരുന്നു. ചരിത്രത്തിൽ ഒരുപാട് ആളുകളെ ഉയർത്തിയിട്ടുണ്ട്. ആ താഴെക്കടയിൽ നിന്ന ബിലാലിനെ ഉയർത്തിയിട്ടുണ്ട്, ഇബ്നു മസ്ഊദിനെ ഉയർത്തിയിട്ടുണ്ട്, അതുപോലെ ഉമർ ഖത്താബിനെ ഉയർത്തിയിട്ടുണ്ട്. ലോകമെന്നും കിടിലത്തോടെ ഓർമ്മിക്കുന്ന ഉമർ ഖത്താബ്
ആ കാലത്ത് ഏറ്റവും വലിയ ഗജപോക്രിയായിരുന്നു എന്ന് നമുക്കറിയാം. ചരിത്രത്തിൽ അദ്ദേഹം അങ്ങനെയല്ല അറിയപ്പെടുന്നത്. അന്ന് ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായി ലോകം അബുൽ ഹക്കം, നീതിയുടെ പിതാവ് എന്ന് വിളിച്ചിരുന്ന അബൂജഹൽ നിന്ദിനും നീചനുമായാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഏതാണ്ട് അബൂജഹലിനെ പോലെ തന്നെയുള്ള ഔന്നിത്യമുണ്ടായിരുന്ന ഒരാളായിരുന്നു ഉമർ ഇബ്നു ഖത്താബ്. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രാർത്ഥിക്കുകയുണ്ടായി. ആ സൗഭാഗ്യം ലഭിച്ചത് ഉമർ ഖത്താബിനാണ്, ഖത്താബിന്റെ പുത്രൻ ഉമറിനാണ്. ലോക ചരിത്രത്തിൽ എന്നും ഏതെതിരാളിയും തങ്കലിപികളാൽ മാത്രം എഴുതിച്ചേർക്കുന്ന നീതിയുടെ ഒന്നാമത്തെ പോരാളിയായി ചരിത്രത്തിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തെ ഉയർത്തിയത് അല്ലാഹ് നൽകിയ ഈ ദൃഷ്ടാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരുപാട് ആളുകളെ ഉയർത്തിയിട്ടുണ്ട്, ഒരുപാട് ആളുകളെ താഴ്ത്തിയിട്ടുണ്ട്. ഉയർച്ചയും താഴ്ചയും അവരതിനെ എങ്ങനെ സമീപിക്കുന്നു? അവർ ദുന്യാവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അതല്ല പരലോകത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നാണ്. എന്നിട്ട് ഹവാഹു, അവന്റെ തോന്യാസത്തെയാണ്, അവന്റെ തന്നിഷ്ടത്തെയാണ്, അല്ലെങ്കിൽ അവന്റെ ശാരീരിക ഇച്ഛയാണ്, ദേഹേച്ഛയാണ് അവൻ പിന്തുടർന്നത്. ഫമസലുഹു കമസലിൽ കൽബ്, അവന്റെ ഉദാഹരണം പട്ടിയുടെ ഉദാഹരണമാണ്. ഇൻ തഹ്മിൽ അലൈഹി യൽഹസ്, നീ അതിനെ ഉപദ്രവിച്ചാൽ അതിങ്ങനെ നാവ് നീട്ടി ആ വാക്ക് തന്നെ ഉണ്ട്. ഉമിനീരും ചാടിച്ച് നാവും നീട്ടി കിതച്ചു കൊണ്ടുവരും. ഔ തത്റുഹു എൽഹദ്, അല്ലെങ്കിൽ നീ അതിനെ ഉപേക്ഷിച്ചാൽ, അടിക്കാതെ വിട്ടാൽ, ഉപദ്രവിക്കാതെ വിട്ടാലും അത് നിന്റെ അടുത്തെത്തുമ്പോൾ നാവിങ്ങനെ നീട്ടി ഇങ്ങനെ സലൈവ ഒലിപ്പിച്ച് കിതച്ചുകൊണ്ട് തന്നെയായിരിക്കും. വളരെ നീചവും മോശവുമായ ഒരു ഉദാഹരണം. ദാലിക മസലിൽ ഖൗമുല്ലദീന കദ്ദബൂ ബിആയാതിനാ, ഇതാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഊരിച്ചാടി അതിനെ നിഷേധിച്ച് അതിനെ ഭൗതിക ജീവിതത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നവന്റെ ഉദാഹരണമെന്ന്, അത്തരം ജനതയുടെ ഉദാഹരണമെന്ന് പ്രവാചകരെ നീ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഏറ്റവും വലഖദ് കറംനാ ബനി ആദം, അല്ലാഹു മനുഷ്യനെ ഏറ്റവും ഉന്നതിയിൽ നിർത്തി ബഹുമാനിച്ചിരിക്കുന്നു. പിന്നെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി ഇതെല്ലാം എടുത്ത് പ്രയോജനപ്പെടുത്തുവാൻ നാവ് നീട്ടി കിതച്ച് വരുന്ന പട്ടിയെപ്പോലെയാണ് എന്ന് ഈ മലിക്കുൽ ജബ്ബാറായ, നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംവിധാനിക്കുന്ന കാരുണ്യവാനായ തമ്പുരാൻ നമ്മളോട് പറയാണ്. ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് എന്തെങ്കിലും ഒരു മനപ്രയാസമോ വേദനയോ ഉണ്ടാവുന്നത് സഹിക്കാത്ത രക്ഷിതാവാണ് വളരെ കർക്കശമായി പറയുന്നത്. അവന്റെ ഉദാഹരണം, അത്തരം ഉദാഹരണങ്ങൾ ഒരു നായയുടെ ഉദാഹരണമാണ്. നീ അടിച്ചാലും വെറുതെ വിട്ടാലും അതിങ്ങനെ നാവ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുവരും. രണ്ട് പരിപാടിയെ നാവേ ഉള്ളൂ. എപ്പോഴും അത് തല കുനിഞ്ഞിട്ടാണ് നടക്കുക. പൊതുവെ മൃഗങ്ങളെല്ലാം തല കുനിച്ചാണ്, തല ഉയർത്തി നടക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. അതിൽ പ്രത്യേകിച്ച് നായ എപ്പോഴും ഇങ്ങനെ തല കുനിച്ചിട്ട് ഏത് കല്ലിലും ഇങ്ങനെ മണത്തു നോക്കും, അത് തിന്നാൻ പറ്റുമോ എന്ന് നോക്കും. അവിടെ എവിടെയും ഒരു കഷ്ണം എല്ലിട്ട് കൊടുത്താൽ അതിലൽപ്പവും ഇറച്ചിയില്ല, അതൊരിക്കലും പട്ടിക്ക് ചവച്ചിന്നാനും പറ്റില്ല. പക്ഷേ ആ എല്ലിൻ കഷ്ണവും കടിച്ചുകൊണ്ട് ഒരുപാട് കാതം നടക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ജന്തുവാണ്. അതുപോലെ അതിന്റെ ലൈംഗിക വൃത്തികൾ നിർലജ്ജമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും, അതായത് സദാചാരത്തിന്റെ ഉന്നതിയുടെ കാര്യങ്ങളുടെ കാര്യത്തിൽ, ഉന്നതമായി കാണുന്ന കാര്യത്തിൽ എല്ലാത്തിലും നേരെ റിവേഴ്സായി ചെയ്യുന്ന ഒരു ജന്തു പട്ടി, അത് ഏറ്റവും മോശമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ താഴ്ച വേറെ അനുഭവപ്പെടാനില്ല. അള്ളാഹുവിന്റെ സൗഭാഗ്യങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ ഭൗതിക ജീവിതത്തിന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്താൻ ഇതുപോലെ നായ നീട്ടി സലൈവ ഉച്ചയ്ക്ക് നടക്കുന്ന കിതച്ചു വരുന്ന ഒരു നായാണ്. ഫഖസുസിൽ ഖസസ, മുമ്പ് കാലത്ത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നത്, ആ കഥകളൊക്കെ നീ ഒന്ന് അവരോട് പറഞ്ഞു കൊടുക്കൂ. ബൽആമിനെ പോലെ, അബൂജഹലിനെ പോലെ, നമ്രൂദിനെ പോലെ, അതുപോലെ തന്നെ ഫിർഔനെ പോലെ വലിയ വലിയ കൊലകമ്പന്മാരായിരുന്നു. അവരുടെയൊക്കെ ഉദാഹരണം ഈ നശിച്ച നായയുടെ ഉദാഹരണമാണ്. നാവി സ്വതേ നശിച്ചതല്ല, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. പക്ഷേ ഈ നായ സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചതും നായ സൃഷ്ടിച്ചതും ഒക്കെ അള്ളാഹുവാണ്. അത് കാണിക്കുകയാണ്, താരതമ്യപ്പെടുത്തുകയാണ്. മൃഗങ്ങളെ അള്ളാഹ് സൃഷ്ടിച്ചില്ലെങ്കിൽ മനുഷ്യനോട് പറയാൻ പറ്റില്ല, നീ മൃഗത്തെ പോലെ ആവരുത് എന്ന് പറയാൻ പറ്റില്ല. നായ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ നായെ പോലെ ആവരുത് എന്ന് പറയാൻ പറ്റില്ല. അവനൊരു മൃഗമാണ്, അവനൊരു നായാണ്. നമുക്കറിയാം, ആരെങ്കിലും നമ്മൾ ബഹുമാനിച്ച് ആദരിച്ച് നായെന്ന് വിളിക്കാറില്ല, മൃഗമെന്ന് വിളിക്കാറില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം പിടിക്കുമ്പോൾ വൃത്തികെട്ട ഒരു സംബോധന വേണമെങ്കിൽ നായിന്റെ മോനെ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ചയിൽ പറയുന്നു. അതൊക്കെ ഒരു നായാണ്, നായിന്റെ സ്വഭാവമാണ്, അത് ഏറ്റവും മ്ലേച്ഛമാണ്. അതൊക്കെ പറഞ്ഞു കൊടുക്കണം നീ അവർക്ക്. പ്രവാചകരെ ഈ കാര്യങ്ങളെല്ലാം നീ പറഞ്ഞു. മസലൻ, എത്ര ചീത്തയായ മോശമായ
ഒരു ഉദാഹരണമാണ് നാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കിക്കൊള്ളട്ടെ. നമ്മളെ ദൃഷ്ടാന്തങ്ങളെ തന്നിഷ്ടത്തിന് വിറ്റ് ഭൗതിക ജീവിതം നേടുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഏറ്റവും മ്ലേച്ഛവും മോശവുമായ ഒരു ഉദാഹരണമാണ് നാം കൊടുക്കുന്നത്. അല്ലദീന കദ്ദബു ബിആയാതിനാ വഅൻഫുസഹും കാനൂ യളിമൂൻ. അവർ സ്വയം തന്നെ അക്രമത്തിൽ വിഹരിക്കുന്ന ആളുകളാണ്, അവർ സ്വയം നഷ്ടം വരുത്തുന്നവരാണ്. ഈ ദുന്യാവിനൊരു നഷ്ടവുമില്ല, ദീനിനൊരു നഷ്ടവുമില്ല, പ്രവാചകന്മാർക്കൊരു നഷ്ടവുമില്ല, പ്രപഞ്ചത്തിനൊരു നഷ്ടവുമില്ല, അള്ളാഹുവിനൊരു നഷ്ടവുമില്ല. നഷ്ടം സംഭവിക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ ദീന് ലക്ഷ്യം വെച്ച് മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു തആല നിയോഗിച്ച ഈ സത്യവിശ്വാസ വിഭാഗം ആ കാര്യം ചെയ്യാതെ ഭൗതിക ജീവിതത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്താൽ, അതിന് മാത്രം വേണ്ടി പ്രയോജനപ്പെടുത്തിയാൽ അവർ സ്വന്തം നിലയ്ക്ക് അക്രമത്തിലായിപ്പോയി, അവർ നശിച്ച് നാമാവശേഷമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. എന്തിനാണ്? ലഅല്ലഹും യതഫക്കറൂൻ ഫഖസുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ. ഈ കഥകൾ ഓരോന്നായി സന്ദർഭാനുസരണം നീ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അവരൊരു പക്ഷേ ചിന്തിക്കാം, ആ ചിന്ത അവർക്ക് തൗബയുടെ വഴി ഉണ്ടാക്കി കൊടുക്കാം, അവർ നന്നായേക്കാം എന്ന നിലയ്ക്ക് ഒരു പോസിറ്റീവായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത്രയും മ്ലേച്ഛവും മോശവുമായ ഒരവസ്ഥാവിശേഷത്തിലേക്ക് പോണോ, ജീവിതം നശിപ്പിച്ചു കളയണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങളുടെ ഹൃദയത്തെ ഈ ഉദാഹരണം പിടിച്ചു കുലുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ഇതിൽ ആപതിച്ചു പോകാതെ നന്മയുടെ മാർഗത്തിൽ പിടിച്ചു നിന്ന് ജീവിത വിജയം നേടാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah hamdan kathiran tayyiban mubarakan yanbaghi li jalali wajhihi wa 'azimi sultanihi. Subhanaka la nusayyidana kama sanayta nafsahu lakal hamdu hatta tarla. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Ayyuhal ikhwatul ahibba ഊസിക്കും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ ഗൗരവത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചില സംഗതികൾ പറയുന്നത്. ഞാൻ തരക്കേടില്ല, മോശക്കാരനല്ല, നാട്ടിൽ വേണ്ടപ്പെട്ടവനാണ്, പൈസ ഉള്ളവനാണ്, പ്രതാപമുള്ളവനാണ് എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ സൗഭാഗ്യങ്ങൾ, വിജ്ഞാനവും വിശ്വാസവും റിസ്ഖും അതൊക്കെ അവൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് പരലോക ജീവിതം നേടാനും വിജയം നേടാനും അതാണ് ഉപദേശിച്ചുള്ളത്. കേൾക്കുമ്പോൾ തോന്നും ആകെപ്പാടെ ഒരു പരലോക തൊഴിലാളി യൂണിയനാണ്. അല്ല, അങ്ങനെയല്ല പറയുന്നത്. പരലോകത്തിൽ നന്മ ഉണ്ടാകുന്ന എല്ലാ ഓരോ കാര്യവും ദുനിയാവിൽ പുരോഗതിയും വളർച്ച ഉണ്ടാകുന്ന രീതിയിലാണ് സംവിധാനിച്ചിരിക്കുന്നത്. ദുനിയാവ് മാത്രം ലക്ഷ്യം വയ്ക്കുമ്പോൾ പരലോകം മറന്നു പോകും. പരലോകത്തെ നന്മ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെ കയ്യിൽ 10 റുപ്യ ഉണ്ട്, എനിക്കൊരു ചായ കുടിക്കണം, ആകെ 10 റുപ്യ ഉള്ളൂ. അപ്പോഴാണ് ഒരാൾ ചോദിക്കുന്നത്, എൻ്റെ മനസ്സിൽ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണ് വലുതെങ്കിൽ ചിലതെടുത്ത് കൊടുക്കും. ചായയുടെ ആവശ്യം വെച്ചത് അള്ളയാണ്. ആ ആവശ്യം മാറ്റിത്തരാനും വേറൊരാളെ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ വരുത്താനും അള്ളാഹ്ക്ക് വളരെ എളുപ്പം കഴിയും. ഇത് മനുഷ്യ സഹകരണം വളർത്തിക്കും. അതാണ് യഥാർത്ഥത്തിൽ പ്രായോഗിക ജീവിതത്തിൽ കണ്ടത്. മക്കയിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞ് മദീനയിൽ ചെന്നു. മദീനയിൽ അൻസാരി സഹായികൾ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാം. അവർക്ക് നട്ടുണ്ടെങ്കിലും സഹോദരന്റെ കാര്യത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നു, പ്രിഫർ ചെയ്യുന്നു. ഒരു സഹാബി പള്ളിയിൽ ഒരാളെ കാണുന്നു, 2-3 ദിവസം അയാൾ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ അയാളുടെ ഭക്ഷണം മാത്രമേ ഉള്ളൂ. അയാൾ ഭാര്യയോട് പറയാം, ഞാൻ മറ്റാളെ വിളിച്ചോണ്ട് വരാം, ഭക്ഷണം വിളമ്പി കഴിഞ്ഞാൽ നീ വിളക്കണം അണച്ചോളാം. അപ്പം ഞാൻ ശബ്ദം ഉണ്ടാക്കും, അപ്പം മൂപ്പര് തിന്നോളൂ. മൂപ്പര് തിന്ന് തൃപ്തിയായി കഴിഞ്ഞാൽ വിളക്ക്
കത്തിച്ചാൽ മതി. കാരണം ഞാൻ എത്ര തിന്നു എന്ന് മൂപ്പര് അറിയരുത്. എന്നാലോചിച്ചോക്കെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ ദൃഷ്ടാന്തങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്കൂളിൽ നിന്ന് പഠിച്ച് ജീവിതത്തിൽ പകർത്തിയപ്പോൾ ഒരാളുടെ അടുത്ത് കടം വാങ്ങി, പിന്നെ തരാമെന്ന് പറഞ്ഞ് വാങ്ങി കച്ചവടം ചെയ്യാം. അദ്ദേഹം കച്ചവടത്തിൻ്റെ അവിടെ ഒരു ചായ്പ് കെട്ടിയിട്ടുണ്ട്. കടം കൊടുത്ത ആൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നു. നല്ല വെയിലുണ്ട്. ആ വെയിലിൽ ആ സന്ദർഭത്തിൽ കുറച്ച് തണലുള്ള ഈ സ്ഥലത്ത് നിൽക്കാമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നു, ഞാൻ കൊടുത്ത പൈസ കൊണ്ടാണ് കച്ചവടം ചെയ്യണത്. അപ്പം ഞാനിവിടെ തണൽ കൊണ്ടാൽ പൈസ തിരിച്ചു തരുമ്പോൾ ഇത് പലിശയായി പോകും. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കൂല എന്ന് പറഞ്ഞ് വെയിലത്തിറങ്ങി നടന്നു. ഇതൊരു നിസ്സാര കാര്യമല്ല, കള്ളക്കഥയല്ല. ഈ ഭൂമിയിൽ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചതാണ്. സ്വന്തത്തിന് നഷ്ടം വരുമ്പോഴും മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി ജീവൻ കൊടുത്ത, എല്ലാം നൽകിയ ആളുകൾ, അവരെക്കുറിച്ച് അൻസാരികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വന്തത്തിന് തന്നെ എല്ലാം അടിച്ചുവിട്ടാൽ, അപ്പോൾ പരലോക ലക്ഷ്യം വെക്കുന്നവന് മാത്രമേ പലിശ ഞാൻ അനുഭവിച്ചാൽ നാളെ അള്ളാഹുവിനോട് ഉത്തരം പറയുമെന്നുള്ളതുകൊണ്ടാണ് ചെറിയ വേലുകളാ. സത്യത്തിൽ അതൊന്നും വലിയൊരു പ്രശ്നമൊന്നുമല്ല. അത്രമാത്രം സൂക്ഷ്മത പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലം മാറിപ്പോയിരുന്നു, പലതും നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളെ ഭൗതിക ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സംഘടനകളെ നിലനിർത്താൻ, നേതൃത്വം നിലനിർത്താൻ അള്ളാഹു ഒന്നിച്ചിക്കാൻ പറഞ്ഞപ്പോൾ ഭിന്നിച്ചിക്കാൻ വേണ്ടി ഉടനെ ആയത്ത് കണ്ടുപിടിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് കൊടുക്കാൻ പറയുമ്പോൾ, ചെലവഴിക്കാൻ പറയുമ്പോൾ ചെലവഴിക്കാതിരിക്കാൻ വേണ്ടി ആയത്ത് കണ്ടുപിടിക്കും. അതിന് ഫിഖ്. അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള അട്ടിമറികൾ നൂറ്റാണ്ടുകളായി ഈ തത്വസംഹിതകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നൊന്ന് ആഴത്തിൽ പഠിച്ചു നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. എന്തിനധികം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അനുധാവനം ചെയ്യാൻ പറഞ്ഞ, അല്ലെങ്കിൽ പിന്തുടർന്ന് ജീവിക്കാൻ പറഞ്ഞ ഖുർആൻ, അതിനെക്കുറിച്ച് നമുക്ക് എത്ര ആൾക്കറിയാം? എത്ര സൂറത്തുകളറിയാം? അതിൻ്റെ എത്ര ആയത്തുകളറിയാം? എത്ര അർത്ഥം അറിയാം? എന്താ അല്ലാഹു തആല ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ ഫ്ലോട്ടിങ് എയിംലെസ്ലി എന്നാണ്, ഇങ്ങനെ യാതൊരു തരത്തിലുള്ളതുമില്ലാതെ അങ്ങനെ ഒഴുകാണ്. അപ്പോൾ മുസ്ലിമായത്, ഉമ്മ മുസ്ലിമായ, അപ്പൂപ്പ മുസ്ലിമായി, നമ്മൾ മുസ്ലിമാണ്. കനേഷുമാരിയിലെ പാരമ്പര്യ മുസ്ലിം അതല്ല അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഓരോരുത്തരും അറിഞ്ഞ് സമർപ്പിക്കണം. അവനുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണെന്ന് അംഗീകരിക്കണം. അതൊക്കെ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ സന്നദ്ധനാവണം. അത് വിജ്ഞാനവും വിശ്വാസവും അതുപോലെ തന്നെ സമ്പത്തുമൊക്കെ അങ്ങനെയാണ്. അല്ലെങ്കിൽ അവൻ്റെ കാര്യം പോക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലായത് തന്നെ. ഒമയുദ്ദിൽ ആരെങ്കിലും അല്ലാഹു തആല ദുർമാർഗത്തിലാക്കിയാൽ ആൾക്ക് ഇതിൽ വലിയ സംശയമുണ്ട്. അള്ളാഹ് ഹിദായത്തിലാക്കുക, അള്ളാഹ് ദുർമാർഗത്തിലാക്കാം. ചിലരൊക്കെ സംശയം ചോദിക്കാറുണ്ട്, പടച്ചോൻ എന്തൊരു പൊട്ടക്കണനെ, കുറച്ച് പേരെ എഴുതിയിട്ട് ഒരു അയൽ കെട്ടിയിട്ട് എടുത്തിട്ടറിയാം, അപ്പുറത്തോണൊക്കെ സ്വർഗം, ഇപ്പുറത്തോണൊക്കെ നരകം എന്നൊന്നും ചെയ്യില്ല. അള്ളാഹു തആലയെ കുറിച്ചുള്ള വിജ്ഞാനം, അവൻ സൂക്ഷ്മജ്ഞാനാണ്, യുക്തിജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്, നീതിമാനാണ്, കാരുണ്യവാനാണ്. അപ്പോൾ എന്താണ് ഓരോരുത്തർക്കും അർഹതപ്പെട്ടത്? അവന് ഹിദായത്താണെങ്കിൽ ഹിദായത്ത് കിട്ടും. അവൻ വലാലത്തിലേ പോകാൻ പറ്റുള്ളൂ, വലാലത്തിലേ പോവുള്ളൂ. കാരണം അവൻ്റെ മനസ്സ് മാറ്റണം. വിശ്വാസവും തേട്ടവും മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായിട്ട് അവൻ്റെ ഒറിജിനൽ ഹിദായത്തം വാങ്ങിയെടുക്കണം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, വദ്കുറുല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് ആളുകളെ നരകത്തിലേക്ക് ആക്കിക്കളയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസരാഹിത്യമാണ്. വിശ്വസിച്ചിട്ട് അത് പ്രാവർത്തികമാക്കാതെ വരുമ്പോൾ അതും അതിനേക്കാൾ വലിയ കുഴപ്പമാണ്. പക്ഷെ എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ സൃഷ്ടികളിൽ ഒരു നല്ലൊരു വിഭാഗം, വമിമ്മൻ ഖലഖ്നാ ഉമ്മത്തുൻ യഹ്ദൂന ബിൽ ഹഖ്, സത്യത്തോടെ ജനങ്ങളെ നയിക്കുന്ന ആളുകളുണ്ട്. വബിഹി യഅ്ദിലൂൻ, അത് നീതി സംസ്ഥാപിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് റബീഅ ബിൻ അനസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇന്ന മിൻ ഉമ്മത്തി ഖൗമൻ അലൽ ഹഖ് ഹത്താ അൻസിലു ഈസ ബിൻ മറിയം, എൻ്റെ ജനതയിൽ ഈസാ നബി അലൈഹിസ്സലാം വരുന്നത് വരെ, അദ്ദേഹം എപ്പോൾ വന്നാലും അതുവരെ സത്യത്തിൻ്റെ പാതയിൽ നീതിയോടെ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അപ്പോൾ ഗ്യാരണ്ടി നിൽക്കണം, ഒരു വിഭാഗം എന്നുണ്ടാവും. ഈ ദീന് നിലനിർത്താൻ, ഈ ദീനിൻ്റെ ശോഭ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ. കാരണം അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത്, തെളിവ് പൂർത്തിയാവണമെങ്കിൽ മറ്റുള്ള ആളുകൾ പറയും, ഇവിടെ ഞങ്ങൾക്ക് മുസ്ലിങ്ങളില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ദീനിനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് പറയാൻ ആർക്കും അവസരം കൊടുക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രത്തിൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമാണ് എല്ലാ കാലത്തും
ഒരു വിഭാഗം ഉണ്ടാകും. അത് ഞങ്ങളെ ഗ്രൂപ്പാണ് എന്നൊന്നും ആരും പറഞ്ഞു പോകാനൊന്നും യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്തും വകുപ്പില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പിന് അവകാശവാദം ഉന്നയിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിക്കാൻ മനസ്സ വാച കർമ്മണ തയ്യാറാവുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഇതിൽപ്പെട്ടതാണ്. അത് ഏത് ഗ്രൂപ്പിലായാലും വേണ്ട. ഇവിടെ ഗ്രൂപ്പ് ഒരു യാഥാർത്ഥ്യമാണ്. ഏത് ഗ്രൂപ്പിലായാലും പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥത്തിൽ റബ്ബായും ഇലാഹായും അംഗീകരിച്ചുകൊണ്ട് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും. ആ വിഭാഗത്തിൽ പെടാനാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിനാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാവേണ്ടത്. അതിനാണ് നമ്മുടെ ദിക്റുകൾ ഉണ്ടാവേണ്ടത്. നമ്മുടെ തസ്ബീഹുകളും നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മുടെ ചെലവഴിക്കലുകളും അതിനാണ് ഉണ്ടാവേണ്ടത്. അല്ല നമുക്ക് നൽകിയതെല്ലാം ചെലവഴിച്ച് അത് നേടിയെടുക്കാൻ ആ വിഭാഗത്തിൽ പെട്ടിട്ട് ജീവിത വിജയം പ്രാപിക്കാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഭാഗമാണ് വെള്ളിയാഴ്ച പള്ളിയിൽ ഒന്നിരുത്തിയിരിക്കുന്നത്, തഖ്വ കൊണ്ടുള്ള വസിയത്ത് കേൾക്കുന്നത്. ഇത് ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റൊരു ചെവി കൊണ്ട് കളയാതെ ഇവിടെ പറയുന്ന ചില സംഗതികൾ വളരെ ഹ്രസ്വമാണ്. ഷോർട്ടായി മാത്രമേ പറയാൻ പറ്റൂ, കുറഞ്ഞ സമയം കൊണ്ട്. ഇതിൽ ചില സൂചകങ്ങളുണ്ടാവും. ഓരോരുത്തർക്കും അവരവരുടെ ബുദ്ധിയുടെ വ്യാപ്തി അനുസരിച്ച് വിജ്ഞാനത്തിൻ്റെ നിലവാരം അനുസരിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു നോക്കണം. നമ്മൾ ഒരുപാട് സമയം പലതിനും ചെലവഴിക്കുന്നുണ്ടല്ലോ. ജോലിക്ക് സമയം ചെലവഴിക്കുന്നുണ്ട്, ഇൻ്റർനെറ്റിൽ സമയം ചെലവഴിക്കുന്നുണ്ട്, ഇമെയിലിൽ സമയം ചെലവഴിക്കുന്നുണ്ട്, അതുപോലെ ടെലിഫോണിന് വേണ്ടി ഇത്ര സമയം ചെലവഴിക്കുന്നുണ്ട്. പള്ളിയിൽ നിസ്കരിക്കാൻ ഒതു കൊടുക്കാൻ പോയി അവിടെ നിർത്തിയിട്ട് അവിടെ നടക്കും, ഒരു പ്രശ്നമില്ല. ഇതിനകത്ത് ഇവിടെയും ഉപയോഗിക്കുന്നതൊക്കെ അവിടെ എഴുതി വെച്ചാൽ അതിനകത്ത് വന്നിട്ട് അവിടെ ബാത്റൂമിൽ നിന്നിട്ട് അവിടെ ഇവിടെ ഒതു കൊടുക്കണത് അവിടെ ഒന്ന് ചെയ്യും. ഇതിൻ്റെ മുകളിലിരുന്ന് മെസ്സേജ് അയക്കണ ആളും മിടുക്കന്മാരുണ്ട്. ഇവിടെ ഞാനിതൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിലിരുന്ന് മെസ്സേജ് അയക്കണ മിടുക്കന്മാരും പള്ളിയിൽ വരുന്നുണ്ട്. ആലോചിച്ച് നോക്കുക. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാനും അവൻ്റെ അനുഗ്രഹം ലഭ്യമാവാനും വേണ്ടി ആത്മാർത്ഥമായി സമയം ചെലവഴിക്കാനും അധ്വാനിക്കാനും തയ്യാറുള്ളവരെ ഹിദായത്തിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുന്നുണ്ട്. തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇസ്തിഗ്ഫാറും തൗബയുമായിട്ട് രാവിലെ തന്നെ നമ്മൾ എഴുന്നേൽക്കുക. സുബഹിക്ക് തൊട്ട് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. സുബഹയുടെ മുമ്പുള്ള ഈ 2 റക്അത്ത് സുന്നത്ത് ദുന്യാവിലുള്ള മുഴുവൻ സംഗതികളും കിട്ടുന്നതിന് ഉപകാരപ്രദമാണ്. അതിനേക്കാൾ കൂടുതലായിരുന്നു. അത് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചതാണ്. അതുപോലെ സുബഹി കഴിഞ്ഞാൽ കുറച്ച് നിശ്ചിത ദിക്റുകളും ദുആകളും കുറച്ച് ഖുർആൻ ഓതലും എന്നിട്ട് ജീവിത പ്രവർത്തനം തുടങ്ങിക്കൊള്ളൂ. രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ എപ്പോഴാണ് ഉണർന്നത്, എത്രയാണ് ഞാൻ നമസ്കരിച്ചത്, കൃത്യമായി നമസ്കരിച്ചിട്ടുണ്ടോ, ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്, ഇടപാടുകൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ, ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ, എന്നെ ആരെങ്കിലും പറ്റിക്കാൻ നിന്ന് കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ഒന്നും ചെയ്തത്. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നമ്മുടെ കണക്ക് അല്ലാഹ് നോക്കും, അതിനു മുമ്പ് നമ്മൾ കണക്ക് സ്വയം നോക്കണം. നല്ലതാണ്. വൽ തൻദുറു നഫ്സുൻ മാ ഖദ്ദമത് ലഗദിൻ. അങ്ങനെ ഓരോ ദിവസവും ഒരു മനുഷ്യന്റെ 2 ദിവസം ഒരുപോലെ ആകുന്നവൻ നമ്മൾപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തേക്കാൾ മെച്ചമാവണം, നല്ലതാവണം നാളെ. കൂടുതൽ ഒരു ആയത്തെങ്കിലും ഒരു ഇസ്തിഗ്ഫാറെങ്കിലും ഒരു തൗബയെങ്കിലും കൂട്ടിപ്പറയാൻ നമുക്ക് കഴിവുണ്ടാവണം. നമുക്ക് പ്രയാസങ്ങളുണ്ടാവും. പ്രയാസങ്ങൾ വരുമ്പോൾ വിചാരിക്കേണ്ട അത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനാണ്, കഷ്ടപ്പെടുത്താനാണ്. ഈ പ്രയാസങ്ങളൊക്കെ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. പ്രയാസങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഒതുങ്ങി നിൽക്കുക. ചെങ്ങലക്കിടാതെ വിടുന്ന പ്രാന്തനെ പോലെ ഓടിക്കളഞ്ഞാൽ നമ്മൾ പല തീരങ്ങളിലും അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ എന്ന് കവികളെ കുറിച്ച് പറഞ്ഞതുപോലെ എല്ലാ താഴ്വരകളിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു സ്വഭാവം മനുഷ്യ മനസ്സിലുണ്ട്. അതേസമയം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള തേട്ടം അള്ളാഹു മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിച്ചേരുള്ളൂ, പ്രയാസങ്ങൾ പരിഹരിച്ചേരുള്ളൂ. അവനെ മാത്രം അവലംബിച്ചാലേ മാർഗമുള്ളൂ എന്ന് നമുക്ക് ബോധ്യമാവും. അങ്ങനെ നിത്യജീവിതത്തിലെ ഓരോ സംഭവങ്ങളിലും ബോധ്യമായ സത്യവിശ്വാസിയാവാൻ, അങ്ങനെ യഖീനാവാൻ, അങ്ങനെ പരലോകത്തെ വിജയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആത്യന്തികമായ വിജയം ലഭിക്കാൻ ആ വഴിയിലേക്കാണ് ഈ ഖുർആൻ നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ഇത് പഠിച്ച് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, നിങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തുമാപ്പാക്കത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും രക്ഷിതാക്കന്മാർക്കും അതുപോലെ ഉസ്താദന്മാർക്കും നാട്ടാർക്കും ദുആയുടെ സത്യർക്കും എല്ലാ സജ്ജനങ്ങൾക്കും നീ പുറത്തുമാപ്പാക്കത്തരണേ തമ്പുരാനെ. ഞങ്ങൾ ഇന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി മാറ്റിത്തരണേ, മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ.
റഹ്മാനായ തമ്പുരാനെ ഞങ്ങളുടെ രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരണേ തമ്പുരാനെ. ആശ്വാസത്തോടെ ദീന് മനസ്സിലാക്കി ആശ്വാസത്തോടെ ജീവിച്ച് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശരിയാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, അവരുടെ രോഗങ്ങളെല്ലാം നീ ശരിയാക്കി കൊടുക്കണേ തമ്പുരാനെ. കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആവശ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ആവശ്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാണ്. അതുകൊണ്ട് ആ ആവശ്യങ്ങളെല്ലാം മാന്യമായി ഉത്തമമായി പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ഹലാലായ എല്ലാ ഹാജത്തുകളും നീ ഞങ്ങൾക്ക് വളച്ചനെ നൽകണേ തമ്പുരാനെ. തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ നാഥ. ഞങ്ങൾക്ക് പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയ്ക്ക് അവസരം തരണേ തമ്പുരാനെ. ഖുർആൻ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നാഥ, നിനക്ക് സാക്ഷിയായി ജീവിച്ച് നിനക്ക് സാക്ഷിയായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കണേ തമ്പുരാനെ. മഹ്ശറയിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശക്തിയിൽ ഞങ്ങളെ നീ മോചിപ്പിക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഫിർദൗസിൽ നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ തട്ടല്ല നാഥ, ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലന മുജാഹിദീന في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.